പപ്പുവിൻ്റെ ഇവിടെ വെച്ചുള്ള 28 ഫംഗ്ഷനാണിത്. നമ്മൾ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 28-നല്ല കേട്ടോ ചെയ്തത്. എനിക്ക് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ 56-നായിരുന്നു ചെയ്തത്. ഞാൻ കുറച്ചുകൂടി റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് സെറ്റായിട്ട് 56-നാണ് അവൻ്റെ നൂല് കിട്ടിയത്. അമ്മ എൻ്റെ ഡെലിവറിക്ക് മുമ്പ് തന്നെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ അമ്മ കൊണ്ടുവന്നു. ഗോൾഡും അതുപോലെ നൂല് കെട്ടുന്ന 28-ൻ്റെ ഈ പഞ്ചലോഹങ്ങളുള്ള ചരടും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. പിന്നെ ബാക്കിയുള്ള കുറേ ഐറ്റംസ് നമ്മൾ ഫ്രണ്ട്സ് വഴിയൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. നമ്മൾ തന്നെയാണ് ഡെക്കറേഷനൊക്കെ ചെയ്തത്. ചെറിയ രീതിയിൽ ഒരു ഫംഗ്ഷൻ. നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരും പിന്നെ ഇതുൻ്റെ സിസ്റ്റർ ആൻഡ് ഫാമിലി ഇവിടെ ഉണ്ട്, കസിൻ സിസ്റ്റർ, അവരും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഏറ്റവും അടുത്ത കുറച്ച് ആൾക്കാരെ മാത്രം നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായുള്ളൂ. ചെറിയൊരു ഫംഗ്ഷനാണ്. ഇന്നിപ്പോൾ ഒരു 2 years കഴിഞ്ഞിട്ട് ഞാനിതിന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രത്യേകതരം സന്തോഷമോ ഫീലിങ്ങോ എന്തൊക്കെയോ, എൻ്റെ കുട്ടി കുറച്ചുകൂടി വളർന്നു അങ്ങനെയൊക്കെ ഒരു ഫീലിങ്സാണ്. ഈ പൊടിക്കുഞ്ഞിന്ന് ഇപ്പോൾ അവനൊരു ഇച്ചിരി വലിയ കുട്ടിയായി, ബിഗ് ബോയ് ആയി. ഒരുപാടൊന്നുമല്ല, 2 years ആയിട്ടുള്ളൂ. എന്നാലും എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഫീലിംഗാണ്. ഈ ഒരു സമയമൊക്കെ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നു. അമ്മ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യണ്ടേ എന്താ ചെയ്യണ്ടേ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞെന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ ഡ്രസ്സും അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണ്. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ഗ്രീൻ തീം അടിപൊളിയായിരുന്നു. പപ്പുവിന് ഞങ്ങൾ പേരിട്ടത് റിഹാൻ എന്നാണ്. അപ്പോൾ അത് എനിക്ക് പപ്പുവിന് എന്താ പറയുക, വിഷ്ണു അല്ലെങ്കിൽ പത്മനാഭൻ എന്നൊക്കെ അർത്ഥം വരുന്നൊരു പേരിടുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം അനന്തപത്മനാഭൻ എന്നിട്ടല്ലോ വിചാരിച്ചിരുന്നു. കാരണം ഞങ്ങൾ കുറച്ച് നാൾ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നീട് അത് വലുതാകുമ്പോൾ കുട്ടിക്ക് അത്രയും ലോങ് നെയിം ആയിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാവണ്ടല്ലോ വിചാരിച്ച് നമ്മൾ പേര് മാറ്റി റിഹാൻ എന്നിട്ടു. റിഹാൻ എന്നുള്ള നെയിമിന് ഒരുപാട് മീനിങ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ ലോർഡ് വിഷ്ണു ആണ്, അതുപോലെ ഡിസ്ട്രോയർ ഓഫ് എനിമീസ്, പിന്നെ ദ ഗോഡ് ചോസൺ വൺ, കിങ്, റോയൽ, അങ്ങനെയൊക്കെ കുറേ കൈൻഡ് ഓഫ് നെയിംസ് വരുന്നൊരു നെയിമാണ്. ഞാൻ കുറച്ചധികം ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നല്ലൊരു നെയിം എന്നുള്ള രീതിയിൽ. ഫസ്റ്റ് ടൈം അമ്മയാകുന്നതിൻ്റെ ഒരു സന്തോഷവും അതുപോലെ തന്നെ ഒരുപാട് കൺഫ്യൂഷൻസും ചലഞ്ചസും ഒരുപാട് ടഫ് ടൈമിലൂടെ കടന്നു പോയൊരു സമയമാണത്. എനിക്ക് നല്ല രീതിയിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം അത് അങ്ങനെയാണ് എന്നെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്നേരം അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് ഫീലിങ്സൊക്കെ വന്നതിൻ്റെ കാരണം ഇതായിരുന്നു എന്നുള്ളത് കുറച്ചും എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയത്. നമ്മൾ അമ്മ മാത്രമേ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അച്ഛനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ അച്ഛനും ഇതൊക്കെ കാണാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. അച്ഛനെയും കൂടി കൊണ്ടുവരാൻ പറ്റിയില്ല ആ സമയത്ത് എന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരു പട്ടിയുണ്ട്. അപ്പോൾ അതിനെ എവിടെ ഏൽപ്പിച്ചിട്ട് വരാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ പിന്നെ അത് മാത്രമല്ല 2 പേർ കൂടി ഒരുമിച്ച് വിസ വെച്ച് കഴിഞ്ഞാൽ റിജക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ളത് കൊണ്ട് നമുക്ക് അച്ഛനെ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പം ആ സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും അമ്മയെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ച് അമ്മയ്ക്ക് മാത്രം വയ്ക്കുകയായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 28 കെട്ടി പേരൊക്കെ ഇട്ടു, എല്ലാം അമ്മ പറഞ്ഞതെന്നുള്ള ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം ചെറിയ രീതിയിലൊരു സദ്യ ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മലയാളി ഹോട്ടലിൽ. അപ്പോൾ നല്ല സദ്യയായിരുന്നു. എല്ലാ ചടങ്ങും കഴിയുന്നവരെ അവൻ നന്നായിട്ട് സഹകരിച്ചു. അത് കഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് വന്ന് ചെറുതായിട്ട് കരഞ്ഞു തുടങ്ങിയത്. പക്ഷേ അന്നത്തെ കരച്ചിലും അന്നത്തെ ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു ഭയങ്കര ക്യൂട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടൊരു ചടങ്ങായിരുന്നു. കാനഡയിൽ വെച്ചാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ എല്ലാ ഫംഗ്ഷനും നടത്തി, എല്ലാ ചടങ്ങുകളും നടത്തി അങ്ങനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ പപ്പുവിന് ആദ്യമായിട്ട് ചോറ് കൊടുത്തതും ഇവിടുത്തെ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ വെച്ചിട്ടാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സും അത്യാവശ്യം ഫാമിലിയും ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് എല്ലാവരും വന്നിരിക്കുന്നത്. ഈ 28-ന് തൊട്ടിൽ കിടത്തുക എന്നുള്ള ചടങ്ങുണ്ടല്ലോ, അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ അവൻ തൊട്ടിൽ ആദ്യമായിട്ട് കിടക്കുന്നതുകൊണ്ട് പുള്ളിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. ഭയങ്കര കരച്ചിലായിരുന്നു തൊട്ടിൽ കിടന്നിട്ട്. പിന്നെ നമ്മളപ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എടുത്തു. ചെറിയൊരു പൂച്ചേർക്ക് ഉറങ്ങിയിട്ട് ആളിപ്പോൾ അത് കഴിഞ്ഞിട്ട് എണീറ്റിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവനെടുത്ത് വെച്ച് കളിപ്പിക്കലും ഒക്കെ ആയിരുന്നു. ഈ ഒരു ഷായേ മാറിപ്പോയി എന്ന് എനിക്ക് തോന്നും. ഇപ്പോൾ ഭയങ്കര ബിഗ് ബോയ് ആയിട്ട് ഇപ്പോൾ ഭയങ്കര കുരുത്തക്കേടും ഒക്കെ ആയിട്ട് ഭയങ്കര ഡിഫറെൻ്റായി പോയി മൊത്തത്തിൽ എന്ന് തോന്നും. നമ്മുടെ വീടേ ഇങ്ങനെയല്ല. നമ്മുടെ വീട് ഇപ്പോൾ തലകുത്തി മറച്ചിട്ടേക്കുവാണ്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അങ്ങനെയാണ് പൊതുവെ എല്ലാ വീടുകളിലും തോന്നുന്നു.
അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ അന്നെടുത്ത കുറച്ച് പിക്സൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. വന്നവരുടെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടെടുത്ത പിക്സാണ്. ഇതൊക്കെ ആക്ച്വലി ഡോക്യുമെൻ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ടും പപ്പുവിന് അവൻ്റെ ഫംഗ്ഷനൊക്കെ ഇതുപോലെ ഇരുന്ന് കാണാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. എവിടെയും മിസ് ചെയ്ത് പോവാതെ അവനെ എപ്പോഴും എപ്പോഴെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊരു സന്തോഷം കൂടിയുണ്ട്.